മിഷൻ VFA LDC ഡേ 2 ആണ്. ടോപ്പിക്ക് രാവിലെ തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫസ്റ്റ് റിവിഷനാണ്. റിവിഷനിലേക്ക് പോകാം. മലയാളം ഫസ്റ്റ് ക്ലാസ് 2 ആണ്. അതിൻ്റെ റിവിഷൻ ഡേയ്സ് സെക്കൻഡ് റിവിഷനിൽ ഉൾപ്പെടുത്താം. ഇംഗ്ലീഷിൻ്റെ റൂള് രണ്ടാമത്തെ റൂളാണ് ഇന്ന് പഠിക്കാനുള്ളത്. പാസ്റ്റിലെ രണ്ട് കാര്യങ്ങൾ നടന്നതായി ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നടന്ന കാര്യത്തിൻ്റെ കൂടെ ഹാഡ് പ്ലസ് V3യും രണ്ടാമത് നടന്ന കാര്യത്തിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റുമാണ് വേണ്ടത്. അത് ആ സെൻറ്റൻസ് തരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉദാഹരണം, വെൻ ഐ റീച്ച്ഡ് ദി റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ഗോൺ. അങ്ങനെയാണ് ഒരു എക്സാമ്പിൾ. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരിക: രാജു ഡാഷ് ഫോർ ദി ബസ് ഫോർ 1 hour ബിഫോർ ഹി ഹാഡ് എ ടാക്സി. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, when the minister and the party reached the disaster relief camp, the volunteers dashed the relief goods. ഇതിൽ ഒരു പാർട്ട് തന്നിട്ടുണ്ടാവും. ആ പാർട്ട് വെർബ് ടു ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ട് പാസ്റ്റിൽ നടന്നതാണ് എങ്കിൽ രണ്ടാമത്തെ പാർട്ട് ഹാഡ് പ്ലസ് V3 ആയിരിക്കും വരിക. ഇനി ഇംഗ്ലീഷിലെ വൊക്കാബുലറി പാർട്ട് കളക്റ്റീവ് നൗണിൻ്റെ ബാക്കി നോക്കാം. കുറച്ചധികം കളക്റ്റീവ് നൗൺ നോക്കിയിട്ടുണ്ട്. പെൻഗ്വിൻസിൻ്റെ ഗ്രൂപ്പിന് പറയുന്നതാണ് റൂക്കറി ഓഫ് പെൻഗ്വിൻസ്. ഡോഗ്സിന് പറയുന്നതാണ് പാക്ക് ഓഫ് ഡോഗ്സ്. പട്ടികളുടെ ഒരു പെട്ടി എന്നോർത്താൽ, പാക്കിന് പെട്ടി എന്ന് ഓർക്കാനാണെങ്കിൽ പെട്ടി ഓർക്കാമല്ലോ, പാക്ക് ഓഫ് ഡോഗ്സ്. എ ഹേർഡ് ഓഫ് കാറ്റിൽ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഹേർഡ് ഓഫ് എലിഫൻസ് എന്നും ഹേർഡ് തന്നെയാണ് എലിഫൻസിൻ്റെ കൂട്ടത്തിനും പറയാം. അപ്പോൾ ഹേർഡ് ഓഫ് കാറ്റിൽ, ഹേർഡ് ഓഫ് എലിഫൻസ്. പിന്നെ പ്രൈഡ് ഓഫ് ലയൺ കാട്ടിലെ രാജാവായതുകൊണ്ട് കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടെന്ന് ഓർത്താൽ മതി. പ്രൈഡ് ഓഫ് ലയൺ. എ സ്ട്രിങ് ഓഫ് ക്യാമൽസ്, ഈ ഒട്ടകത്തിൻ്റെയൊക്കെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന രണ്ട് വള്ളികൾ പോലെ ഉണ്ടാവില്ലേ, സ്ട്രിങ് എന്നോർത്താൽ മതി. സ്ട്രിങ് ഓഫ് ക്യാമൽസ്. പിന്നെ എ ട്രൂപ്പ് ഓഫ് കങ്കാരൂസ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടർ ബോർഡ് തീരുമാനമെടുത്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ക്രൂ ഓഫ് സെയിലേഴ്സ്. സീരീസ് ഓഫ് ഈവൻസിൻ്റെ സീരീസ്. എ ചെയിൻ ഓഫ് മൗണ്ടെയ്ൻസ്. എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. എ ബറ്റാലിയൻ അല്ലെങ്കിൽ എ ബറാക്ക്. എ കമ്പനി ഓഫ് അല്ലെങ്കിൽ എ റെജിമെൻറ്റ് ഓഫ് അല്ലെങ്കിൽ എ ആർമി ഓഫ് സോൾജേഴ്സിന് കുറേ ഉണ്ട്. ബറ്റാലിയൻ ഓഫ് സോൾജേഴ്സ് പറയാം, ബറാക്ക് ഓഫ് സോൾജേഴ്സ് പറയും, കമ്പനി ഓഫ് സോൾജേഴ്സ് പറയും, റെജിമെൻറ്റ് ഓഫ് സോൾജേഴ്സ് പറയും, അല്ലെങ്കിൽ ആർമി ഓഫ് സോൾജേഴ്സ് പറയും. പിന്നെ ഉള്ളത് സ്റ്റാർസ്. എ ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ്. എ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ്. എ ഗാലക്സി ഓഫ് സ്റ്റാർസ് എന്നും പറയാറുണ്ട്. പിന്നെ എ ബിവേ ഓഫ് വിമൻ. ബിവേ ഓഫ് വിമൻ. ഓക്കെ. എ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ്, അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പിന്നെ എ ഗാലറി ഓഫ് പിക്ചേഴ്സ്, അത് ഓർക്കാൻ എളുപ്പമാണ്. പിന്നെ എ ക്യൂറർ ഓഫ് ആരോസ്, അതെങ്ങനെയാണ് വായിക്കണേന്ന് എനിക്കറിയത്തില്ല. QUIRER അങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ ആരോസിൻ്റെ ഒരു ക്യൂ എന്നാണ് ഓർത്തിരിക്കുക, നിര ക്യൂ അങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. പിന്നെ എ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ്, വിറകിൻ്റെ ഒരു കെട്ട് എന്നൊക്കെ ഓർത്താൽ മതി. എ ലൈബ്രറി അല്ലെങ്കിൽ എ പൈൽ ഓഫ് ബുക്സ്. എ ലിറ്റർ ഓഫ് പപ്പീസ്. എ സ്വാം അല്ലെങ്കിൽ എ ഹൈവ് ഓഫ് ബീസ് അല്ലെങ്കിൽ എ സ്വാം ഓഫ് ഇൻസെക്റ്റ്. എ ഹൈവ് ഓഫ് ഇൻസെക്ട്സ് ഒക്കെ പറയും. എ സ്വാം ഓഫ് ഫ്ലൈസ് പറയും. എ സ്വാം ഓഫ് ആൻസ് പറയും. എ കോളനി ഓഫ് ആൻസ് എന്നും പറയും. ബഞ്ച് ഓഫ് ഗ്രേപ്സ്, ബഞ്ച് ഓഫ് കീസ്, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയും. എ സ്റ്റാക്ക് ഓഫ് ഹെയർ. എ ട്രൂപ്പ് ഓഫ് ആക്ടേഴ്സ് അല്ലെങ്കിൽ എ ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ്, നമ്മൾ നേരത്തെ പഠിച്ചു ട്രൂപ്പ് ഓഫ് കങ്കാരൂസ്. ഇനി എ ബ്രൂഡ് ഓഫ് ചിക്കന് ബ്രൂഡ് എന്നാണ് പറയുന്നത്, ബ്രൂഡ് ഓഫ് ചിക്കൻ. എ റൂക്കറി ഓഫ് പെൻഗ്വിൻസ് എന്നാണ് പറയുന്നത്. റൂക്കറി ഓഫ് പെൻഗ്വിൻസും ബ്രൂക്ക് ഓഫ് ചിക്കൻ. അടുത്തത് ബ്രൂഡ് ഓഫ് ചിക്കൻ ആണ്. അടുത്ത് എ കാരവൻ ഓഫ് മെർച്ചൻസ് അല്ലെങ്കിൽ എ കാരവൻ ഓഫ് പിലിഗ്രിംസ് ഓർ ട്രാവലേഴ്സ്. ട്രാവലറിന് പോവുക അല്ലെങ്കിൽ അതിന് കാരവൻ, അത് ഓർത്തിരിക്കാമല്ലോ. എ ക്ലംബ് ഓഫ് ട്രീസ്. എ ബാൻഡ് ഓഫ് മ്യൂസിഷ്യൻസ്. എ സ്യൂട്ട് ഓഫ് ഫർണിച്ചേഴ്സ്. എ ഗാഗിൾ ഓഫ് ഗീസ്.
എ ബ്രൂഡ് ഓഫ് ഹെൻസ്. എ ബ്രൂഡ് ഓഫ് ഹെൻസ് പറയും, എ ബ്രൂഡ് ഓഫ് ചിക്കൻ പറയും. എ റൂക്കറി ഓഫ് പെൻഗ്വിൻ. എ പാർലമെൻറ്റ് ഓഫ് ഓൾസ്. എ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് പറഞ്ഞതാണ്. ഇത്രയാണ് കളക്റ്റീവ് നൗൺസിൽ ഇന്ന് പഠിച്ചത്. അടുത്ത സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു. മാത്സിൽ ക്ലോക്കിൻ്റെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തത്. അതിൻ്റെ കൂടെ ഓർത്തിരിക്കേണ്ട രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന് ആംഗിൾ കണ്ടുപിടിക്കാൻ. അതിലൊരു ഫോർമുലയാണ് 30h - 11/2 m. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. 30h എന്ന് പറയുന്ന അവറും m എന്ന് പറയുന്ന മിനിറ്റുമാണ്. 30h - 11/2 m. അത് ഓർത്തിരിക്കേണ്ട ഒന്നാണ്. പിന്നെ ഒരു ദിവസത്തിൽ എത്ര തവണ വരും എന്ന ചോദ്യത്തിന് 0 ഡിഗ്രി അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് വരുന്ന എത്ര തവണ, സൂചികൾ രണ്ടും ഒരുമിച്ച് വരുന്ന 0 ഡിഗ്രി വരുന്നത് എത്ര തവണ എന്ന് ചോദിക്കാറുണ്ട്. അത് 22 തവണയാണ്. 180 ഡിഗ്രി വരുന്നതും 22 തവണയാണ്. എന്നാൽ സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് 44 തവണയാണ്. 90 ഡിഗ്രി വരുന്നത് 44 തവണയാണ്. അത് ഓർക്കാൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ 44ഉം 22ഉം ആണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷേ അത് 0 ഡിഗ്രി ആണോ 180 ആണോ സ്ട്രെയിറ്റ് ലൈൻ ആണോ 90 ആണോ എന്ന് അറിയത്തില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനും 90യും 44 തന്നെയാണ്. അത് ഓർത്തിരിക്കാൻ 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ 4ൻ്റെ നമ്മൾ 4 വരയ്ക്കുക. 4 വരയ്ക്കുമ്പോൾ അതിൻ്റെ 90 ഡിഗ്രി വരുന്നുണ്ട്. 90 ഡിഗ്രി പോലെയാണല്ലോ വരുന്ന ആംഗിൾ. പിന്നെ അതിൻ്റെ അകത്ത് ഒരു വര, 4ൻ്റെ താഴേക്കുള്ള വര സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 90 ഡിഗ്രിയും വരുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 90 ഡിഗ്രിയും വരുന്നുണ്ട്, സ്ട്രെയിറ്റ് ലൈനും വരുന്നുണ്ട്. അപ്പോൾ 44ആണ് സ്ട്രെയിറ്റ് ലൈനും 90 ഡിഗ്രിക്കും. ബാക്കി 0 ഡിഗ്രിയും 180 ഡിഗ്രിയും 22 തന്നെയാണ്. അടുത്ത കറണ്ട് അഫേഴ്സിലെ ജ്ഞാനപീഠത്തിൻ്റെ ബാക്കിയായിരുന്നു. ജ്ഞാനപീഠം നേടിയ അതായത് കവികളുടെ നോക്കിയായിരുന്നു. ഇനി അല്ലാത്ത നോവലിസ്റ്റൊക്കെ ആയിട്ടുള്ള സാഹിത്യകാരന്മാരുടെ നോക്കാം. 1980 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളത്തിലെ ആദ്യ നോവലിസ്റ്റാണ് എസ്.കെ. പൊറ്റക്കാട്. എസ്.കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത് ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിനാണ്. അതിരാണിപ്പാടം എന്ന പ്രദേശം എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയിലാണ് പറയുന്നത്. എന്നാൽ എസ്.കെ. പൊറ്റക്കാടിൻ്റെ തന്നെ വേറെയൊരു നോവലാണ് ഒരു തെരുവിൻ്റെ കഥ. അതിൽ കോഴിക്കോട് മിഠായിത്തെരുവിൻ്റെ പശ്ചാത്തലത്തിൽ എസ്.കെ. പൊറ്റക്കാട് എഴുതിയതാണ് ഒരു തെരുവിൻ്റെ കഥ. എസ്.കെ. പൊറ്റക്കാടിൻ്റെ വേറൊരു നോവലാണ് വിഷകന്യക. കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവലാണ് വിഷകന്യക. നാടൻ പ്രേമം ആണ് എസ്.കെ. പൊറ്റക്കാടിൻ്റെ ആദ്യ നോവൽ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചാര സാഹിത്യ കൃതികൾ രചിച്ചിട്ടുള്ളതും എസ്.കെ. പൊറ്റക്കാട് തന്നെയാണ്. കാപ്പിരികളുടെ നാട്ടിൽ, നൈൽ ഡയറി, ബാലിദ്വീപ് ഇതൊക്കെ എസ്.കെ. പൊറ്റക്കാടിൻ്റെ സഞ്ചാര സാഹിത്യ കൃതികളാണ്. കൂടാതെ സോവിയറ്റ് ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക് ഇതും എസ്.കെ. പൊറ്റക്കാടിൻ്റെ തന്നെയാണ്. അതും സഞ്ചാര സാഹിത്യം തന്നെയാണ്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ആത്മകഥ എൻ്റെ വഴിയമ്പലങ്ങൾ എന്നുള്ളതാണ്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ പ്രധാനമായിട്ടുള്ളത് രണ്ടെണ്ണമാണ്. ഒന്ന് ഒരു ദേശത്തിൻ്റെ കഥയും ഒരു തെരുവിൻ്റെ കഥയും. ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. അതിൽ അതിരാണിപ്പാടമാണ് പ്രദേശം. എന്നാൽ ഒരു തെരുവിൻ്റെ കഥയിൽ കോഴിക്കോട് മിഠായിത്തെരുവാണ്. കുടിയേറ്റക്കാരുടെ കഥ പറയുന്നത് വിഷകന്യകയാണ്. ആദ്യത്തെ നോവൽ നാടൻ പ്രേമമാണ്. നാടൻ പ്രേമവും വിഷകന്യകയും. അത് കഴിഞ്ഞ് ആത്മകഥ എൻ്റെ വഴി അമ്പലങ്ങളാണ്. ഏറ്റവും കൂടുതൽ സഞ്ചാര സാഹിത്യം എഴുതിയത് എസ്.കെ. പൊറ്റക്കാടാണ്. കാപ്പിരികളുടെ നാട്ടിൽ, നൈൽ ഡയറി, ബാലിദ്വീപ്, സോവിയറ്റ് ഡയറി. നൈൽ ഡയറി ഉണ്ട്, സോവിയറ്റ് ഡയറി ഉണ്ട്, ബാലിദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ, ലണ്ടൻ നോട്ട്ബുക്ക് അതൊക്കെ എസ്.കെ. പൊറ്റക്കാടിൻ്റെയാണ്. അടുത്ത മലയാളത്തിൻ്റെ മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരാണ്? തകഴിയാണ്. അത് ഓർത്തിരിക്കാൻ മോപ്പ് വെച്ച് തുടച്ചുകൊണ്ട് പാട്ടൊക്കെ പാടി മോപ്പ് വെച്ച് തുടച്ചുകൊണ്ടിരുന്നപ്പോൾ തെന്നി വീണു എന്നുള്ള രീതിക്ക് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരിക്കാം. മോപ്പസാങ് മലയാളത്തിൻ്റെ മോപ്പസാങ്ങാണ് തകഴി. തകഴിയുടെ ആദ്യ നോവലാണ് ത്യാഗത്തിന് പ്രതിഫലം. തകഴി ത്യാഗത്തിന് പ്രതിഫലം ആദ്യത്തെ നോവൽ. തകഴിയെ പ്രശസ്തനാക്കിയ ആദ്യ നോവൽ എന്നാൽ തോട്ടിയുടെ മകനാണ്. അതിൻ്റെ അകത്തുള്ളതാണ് ചുടലമുത്തു എന്ന് പറയുന്ന കഥാപാത്രം. ജന്മിത്വത്തെ പറ്റി പറയുന്ന തകഴിയുടെ നോവലാണ് ആദ്യത്തെ നോവലാണ് രണ്ടിടങ്ങഴി. ജന്മിത്വത്തെ പറ്റി പറയുന്ന ആദ്യ നോവലാണ് രണ്ടിടങ്ങഴി. അതാണ് ആദ്യമായിട്ട് സിനിമയാക്കിയത്.
കൃഷിഭൂമി കർഷകൻ എന്ന മുദ്രാവാക്യത്തിൽ അവസാനിക്കുന്നതാണ് രണ്ടിടനഴി. ചുടലമുത്തു എന്ന കഥാപാത്രം തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന നോവലിലാണെങ്കിൽ ചെമ്പൻ കുഞ്ഞ്, കറുത്തമ്മ, പരീക്കുട്ടി, പളനി ഇവരെല്ലാം ചെമ്മീനിലാണ്. ഈ പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സിനിമയാണ് തകഴിയുടെ ചെമ്മീൻ. ഇത് 1965 ഈ സിനിമ റിലീസാവുന്നത്. രാമു കാര്യാട്ടായിരുന്നു സംവിധായകൻ. ഏറ്റവും കൂടുതൽ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട മലയാള നോവലാണ് ചെമ്മീൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവലും ചെമ്മീൻ തന്നെയാണ്. ഏണിപ്പടികൾ എന്ന നോവൽ എഴുതിയതും തകഴി തന്നെയാണ്. അതിൽ CP രാമസ്വാമി അയ്യർ കഥാപാത്രമാകുന്ന നോവലാണ് ഏണിപ്പടികൾ. CP ഏണിപ്പടി വെച്ച് കയറി. പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട തകഴിയുടെ നോവലാണ് തലയോട്. പിന്നെ തകഴിയുടെ ഒരു നോവലാണ് അനുഭവങ്ങൾ പാളിച്ചകൾ. ആദ്യ നോവലാണ് ത്യാഗത്തിന് പ്രതിഫലം. വേറെ ഒരു നോവലാണ് അനുഭവങ്ങൾ പാളിച്ചകൾ. കേട്ടിട്ടില്ലേ അനുഭവങ്ങൾ പാച്ചാളികൾ എന്ന്? അതുപോലെ ഇതുപോലെയാണ് പറയുന്നത്. ഇതിനെ ഒക്കെ പറയുന്ന അനുഭവങ്ങൾ പാളിച്ചകൾ. ചെല്ലപ്പൻ എന്ന കഥാപാത്രമാണ് അതിലെ മെയിൻ കഥാപാത്രം. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന നോവലിന് അതും സിനിമയാക്കിയിട്ടുണ്ട്. അതേ പേരിൽ തന്നെ KS സേതുമാധവനായിരുന്നു അതിൻ്റെ സംവിധായകൻ. അതിൻ്റെ തിരക്കഥ രചിച്ചത് തോപ്പിൽ ഭാസിയായിരുന്നു. പിന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലാണ് കയർ എന്ന് പറയുന്നത്. അതും തകഴി രചിച്ചതാണ്. 2 നൂറ്റാണ്ടിൻ്റെ കഥ പറഞ്ഞതാണ്. ക്ലാസിക് പെയർ, കോടന്ത്ര മൂത്താശാൻ എന്നിവർ കഥാപാത്രങ്ങളായുള്ള നോവലാണ് കയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികൾ എന്ന് പറഞ്ഞതാണ്. അത് രചിച്ചത് വിലാസിനിയാണ്. വിലാസിനി എന്ന് പറയുന്ന യഥാർത്ഥ നാമം MK മേനോനാണ്. MK മേനോൻ രചിച്ച അവകാശികൾ എന്ന നോവലാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലാണ് കയർ. കയർ രചിച്ചത് തകഴിയാണ്. ഇനി മലയാളത്തിലെ ഏറ്റവും മികച്ച ചെറുകഥ രചിച്ചത് തകഴിയാണ്. വെള്ളപ്പൊക്കത്തിൽ അതാണ് ഒരു നായ കഥാപാത്രമാകുന്ന ചെറുകഥയാണ് വെള്ളപ്പൊക്കത്തിൽ. അത് തകഴിയുടെയാണ്. കൃഷിക്കാരൻ, ഞരക്കങ്ങൾ ഇതൊക്കെ തകഴിയുടെ ചെറുകഥയാണ്. കൃഷിക്കാരൻ, ഞരക്കങ്ങൾ, വെള്ളപ്പൊക്കത്തിൽ ഇത് 3 ചെറുകഥയാണ്. തകഴിയുടെ ആത്മകഥ ഓർമ്മയുടെ തീരങ്ങളിൽ എന്നതാണ്. അപ്പം ആദ്യത്തെ നോവൽ ത്യാഗത്തിന് പ്രതിഫലം, അതുപോലെ ആത്മകഥ ഓർമ്മയുടെ തീരങ്ങളിൽ. ഇനി എൻ്റെ വക്കീൽ ജീവിതം ഏത് സാഹിത്യകാരൻ്റെ ആത്മകഥാപരമായ രചനയാണെന്ന് ചോദിച്ചാൽ അത് തകഴിയുടെയാണ്. ആത്മകഥ ഓർമ്മയുടെ തീരങ്ങളിൽ. എൻ്റെ വക്കീൽ ജീവിതം എന്ന് പറയുന്നത് ആത്മകഥാപരമായ രചനയാണ്. ഈ ചെമ്മീൻ നോവലിന് പശ്ചാത്തലമായ കടപ്പുറം പുറക്കാട് കടപ്പുറമാണ്. പിന്നെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം 1945 ഫോം ചെയ്യുന്നു. അത് ആദ്യമായി പ്രസിദ്ധീകരിച്ച കൃതി തകഴിയുടെ കഥകൾ എന്ന് പറഞ്ഞ കൃതിയാണ്. അപ്പം തകഴിയെ സംബന്ധിച്ച് ഓർത്തിരിക്കേണ്ടത് ത്യാഗത്തിൻ്റെ പ്രതിഫലം, ചുടലമുത്തു, രണ്ടിടങ്ങഴി, പിന്നെ ചെമ്മീൻ, അതിനാണ് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ. പിന്നെ ഏണിപ്പടികൾ CP രാമസ്വാമി അയ്യർ, പുന്നപ്ര വയലാർ തലയോട്, ചെല്ലപ്പൻ അനുഭവങ്ങൾ പാളിച്ചകൾ, അത് KS സേതുമാധവനാണ് അത് സംവിധാനം ചെയ്ത സിനിമ വന്നപ്പോൾ. പിന്നീട് ഫേമസ് ആയ കയർ, പിന്നെ അവകാശികൾ എന്ന് പറയുന്നത് പറഞ്ഞു ഏറ്റവും വലിയ നോവലായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ ചെറുകഥ, കൃഷിക്കാരൻ, ഞരക്കങ്ങൾ ഇതൊക്കെ ചെറുകഥയാണ്. ആത്മകഥ ഓർമ്മയുടെ തീരങ്ങളിൽ. പിന്നെ വക്കീൽ ജീവിതത്തിലുള്ള ഓർമ്മകളൊക്കെ ആയിരുന്നു. അതൊക്കെയാണ് ആത്മകഥയിൽ എഴുതിയതെന്ന് ഓർത്താൽ മതി, ഓർമ്മയുടെ തീരങ്ങളിൽ. എന്നാൽ എൻ്റെ വക്കീൽ ജീവിതം എന്ന് പറയുന്നത് ആത്മകഥാപരമായ രചനയാണ്. തകഴിയുടെ കഥകൾ ആണ് ആദ്യമായിട്ട് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ചത്. അടുത്തയാള് MT വാസുദേവൻ നായരാണ്. മലയാളത്തിൻ്റെ ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നതാണ് MT വാസുദേവൻ നായർ. MT മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് V മാധവൻ നായരാണ്. MT വാസുദേവൻ നായരും V മാധവൻ നായരും മാറിപ്പോരുന്നു. മാലി V മാധവൻ നായർ. ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ. സിനിക് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നതും MT വാസുദേവൻ നായർ തന്നെയാണ്. ആദ്യത്തെ നോവൽ, അതായത് MT വാസുദേവൻ നായരുടെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ നോവലാണ് നാലുകെട്ട്. ആ നാലുകെട്ടിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായിട്ട് MTക്ക് കൊടുക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായിട്ട് കൊടുക്കുന്നത് നാലുകെട്ടിനാണ്. MT വാസുദേവൻ നായർ പുസ്തക രൂപത്തിൽ രചിച്ച ആദ്യത്തെ നോവലാണ് നാലുകെട്ട്. 1970 MTക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. അത് കാലം എന്ന നോവലിനാണ് കിട്ടിയത്.
1985 വയലാർ അവാർഡ് കിട്ടി. അത് 2ാം ഊഴത്തിനാണ് കിട്ടിയത്. മഞ്ഞ്, അസുരവിത്ത്, കാലം ഇതൊക്കെ MTയുടെ തന്നെയാണ്. മഞ്ഞ് എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമല എന്ന് പറയുന്നത്. അതുപോലെ കാലം എന്നതിലെ കഥാപാത്രമാണ് സേതു. വിമല മഞ്ഞിലെ, കാലത്തിലെ സേതു. വിമല മഞ്ഞ്, വിമല മലയെന്ന് മഞ്ഞിറങ്ങി വരുന്നു, സേതുവിൻ്റെ കാലം. അപ്പുണ്ണി എന്ന കഥാപാത്രം നാലുകെട്ടിൽ വരുന്നതാണ്. ഇരുട്ടിൻ്റെ ആത്മകഥ എന്ന് പറയുന്നത് MTയുടെ ചെറുകഥയാണ്. അതിലെ പ്രധാന കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ. അതുപോലെ തന്നെ MTയുടെ ബാലസാഹിത്യ കൃതിയാണ് മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി. ഇതൊക്കെ MTയുടെയാണ്, ബാലസാഹിത്യ കൃതിയിൽ പെടുന്നതാണ്. MT സിനിമ എഴുതുന്ന ആളാണ്. MTയുടെ ആദ്യ തിരക്കഥ മുറപ്പെണ്ണ് ആണ്. 1937 സംവിധാനം ചെയ്ത് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ചിത്രമാണ് നിർമാല്യം എന്ന് പറയുന്നത്. ചിത്രമാണ് കേട്ടോ. ഈ നിർമാല്യ സിനിമയിൽ വെളിച്ചപ്പാടിന്റെ വേഷം ചെയ്ത നടനായിരുന്നു PJ ആന്റണി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അതിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ് കിട്ടി. മികച്ച നടന് ആദ്യമായിട്ട്, മലയാളത്തിൽ ആദ്യമായിട്ട് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് PJ ആന്റണിക്കാണ്. അത് നിർമാല്യം എന്ന് പറഞ്ഞ MT തിരക്കഥ എഴുതിയ സിനിമയിൽ വെളിച്ചപ്പാടിന്റെ വേഷം ചെയ്തതാണ്. MT സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ് കടവ്, നിർമാല്യം, മഞ്ഞ്. പിന്നെ 2ാം ഊഴം MTയുടെ ആണെന്ന് പറഞ്ഞു. MT യാത്രാവിവരണം എഴുതിയിട്ടുണ്ട്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറഞ്ഞ മലയാളത്തിലെ ഒരു യാത്രാവിവരണം MT എഴുതിയതാണ്. വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു കൃതി MTക്ക് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്തതാണ്. വാനപ്രസ്ഥം, വനത്തിൽ ചെന്ന് ഓടക്കുഴൽ വായിച്ചു MT. പിന്നെ 2ാം ഊഴത്തിലെ പ്രധാന കഥാപാത്രമാണ്, 2ാം ഊഴത്തിലെ കേട്ടോ, ഭീമൻ എന്ന് പറയുന്നത്. അപ്പോൾ MTയെ പറ്റി പറയുമ്പോൾ ഓർത്തിരിക്കേണ്ടത് മലയാളത്തിൻ്റെ ഹെമിംഗ്വേ ആണ്. സിനിക് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നു. പിന്നെ നാലുകെട്ട്. ആദ്യത്തെയാണ് കേരള സാഹിത്യ അക്കാദമിയാണ്. 70 കേന്ദ്ര സാഹിത്യം കാലം എന്ന സിനിമ. 85 വയലാർ അവാർഡ് 2ാം ഊഴം. ഓടക്കുഴൽ അവാർഡ് വാനപ്രസ്ഥത്തിന്. പിന്നെ വിമല മഞ്ഞിലും സേതു കാലത്തിലും, അപ്പുണ്ണി നാലുകെട്ടിലും. ഇരുട്ടിൻ്റെ ആത്മാവിലെ ഭ്രാന്തൻ വേലായുധൻ. മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി ബാലസാഹിത്യത്തിൽ പെടും. ആദ്യ തിരക്കഥ മുറപ്പെണ്ണാണ്. നിർമാല്യം തിരക്കഥ എഴുതി, അതിന് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡലും കിട്ടി. പിന്നെ ആ സിനിമയിൽ വെളിച്ചപ്പാടിന്റെ വേഷം ചെയ്ത നടനായിരുന്നു PJ ആന്റണിക്ക് നാഷണൽ അവാർഡ്, മലയാളത്തിൽ ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടിയതും PJ ആന്റണിക്കാണ്. കടവ്, മഞ്ഞ്, നിർമാല്യം ഇതൊക്കെ അദ്ദേഹം ചെയ്തതാണ്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്നത് യാത്രാവിവരണമാണ്. ഭീമൻ കഥാപാത്രമായിട്ടുള്ളതാണ് 2ാം ഊഴം. ഇത്രയാണ് ജ്ഞാനപീഠത്തിൽ. ഇതോടെ ജ്ഞാനപീഠം ഞാൻ ക്ലോസ് ചെയ്തു. അടുത്തത് GKയിൽ ജോഗ്രഫിയാണ് എടുത്തത്. അതിൽ മാപ്പും അറ്റ്മോസ്ഫിയറും ഇന്ന് കവർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതിൽ മാപ്പ് എടുത്ത് തുറന്നു വെച്ച് വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നീങ്ങുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായി അതിനകത്തെ ടേംസൊക്കെ പഠിച്ചു തീർക്കാൻ. അതുകൊണ്ട് മാപ്പ് മാത്രമേ നോക്കിയുള്ളൂ. ഇനി അടുത്ത ഇതിൽ അറ്റ്മോസ്ഫിയർ നോക്കാമെന്ന് വിചാരിച്ചു. മാപ്പിൽ പഠിക്കാനുള്ളത്, ആദ്യമായിട്ട് ഏറ്റവും പഴക്കമുള്ള ഭൂപടം തയ്യാറാക്കിയ നാഗരികതയാണ് മെസപ്പൊട്ടേമിയൻ നാഗരികത. ഗ്രീക്ക് നാഗരികതയും മെസപ്പൊട്ടേമിയൻ നാഗരികതയും മാപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ്. മെസപ്പൊട്ടേമിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പഴക്കമുള്ള ഭൂപടം തയ്യാറാക്കിയതാണ്. അവർ കളിമണ്ണിലൊക്കെയാണ് ഇത് ചിത്രങ്ങൾ ഒക്കെ വരച്ച് മാപ്പ് പോലെ ചെയ്തത്. അതാണ് മെസപ്പൊട്ടേമിയ. എന്നാൽ ശാസ്ത്രീയമായ രീതിയിൽ ഭൂപട നിർമ്മാണം പുരോഗതിക്ക് കാരണമായ നാഗരികത എന്ന് പറയുന്നത് ഗ്രീക്കാണ്. അവർ തുകലിലും വെങ്കല പ്ലേറ്റുകളിലൊക്കെയാണ് ഈ ഗ്രാഫ് പോലെ, മാപ്പ് പോലെ വരച്ചത്. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ട് ഭൂപടം തയ്യാറാക്കിയ ആളാണ് അനക്സിമാൻഡർ. ഭൂപടം തയ്യാറാക്കിയ മാനാണ് അനക്സിമാൻഡർ. അടുത്തത് ശാസ്ത്രീയമായ ഭൂപടങ്ങൾ ഉൾക്കൊള്ളുന്ന ജിയോഗ്രഫിയ എന്ന ബുക്ക് എഴുതിയ ആളാണ്, ബുക്ക് രചിച്ച ആളാണ് ടോളമി എന്ന് പറയുന്നത്. ആധുനിക ഭൂപടങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജെറാൾഡ് മെർക്കാറ്ററാണ്. ആധുനിക അറ്റ്ലസിന്റെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്നത് എബ്രഹാം ഓർട്ടേലിയസ് ആണ്. രണ്ടും മാറിപ്പോയത്. ആധുനിക ഭൂപടങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോൾ
മെർക്കാറ്റർ. ഒരു കാറ്റടിച്ച് ഭൂപടം പറന്നു പോയി. ഭൂപടത്തിൽ പടമുണ്ട്. അപ്പം എല്ലാം പുതിയതായിരുന്നു, പുതിയ ഭൂപടമായിരുന്നു, അത് കാറ്റടിച്ച് പറന്നുപോയി. ആധുനിക ഭൂപടത്തിന്റെ പിതാവ് മെർക്കാറ്റർ. എന്നാൽ പുതിയ അറ്റ്ലസ് ആയിരുന്നു. അറ്റ്ലസിന് എന്ത് സംഭവിച്ചു? ഓട്ട വീണു. ഓർട്ടേലിയസ്, എബ്രഹാം ഓർട്ടേലിയസ്, അറ്റ്ലസിന്റെ നിർമ്മാതാവ്, ആധുനിക അറ്റ്ലസിന്റെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്നത് എബ്രഹാം ഓർട്ടേലിയസ് ആണ്. ഇനി അതിൽ പഠിക്കാനുള്ളതാണ് ശീർഷതല പ്രക്ഷേപം, കോണിക്കൽ പ്രക്ഷേപം, സിലിണ്ടറിക്കൽ പ്രക്ഷേപം എന്നൊക്കെ പറയും. അതായത് ഗ്ലോബിന്റെ ഉപരിതലത്തിലുള്ള സവിശേഷതകളെല്ലാം കൂടെ പരന്ന പേപ്പറിലേക്ക് മാറ്റുന്നതിനെയാണ് ആ ഒരു ടെക്നിക്കിനെ പറയുന്ന പേരാണ് ഭൂപ്രക്ഷേപം. അത് ശീർഷതല പ്രക്ഷേപം. ഈ ധ്രുവപ്രദേശങ്ങളൊക്കെ ധ്രുവപ്രദേശത്തുള്ള ഐറ്റംസിനെ എല്ലാത്തിനെയും കൂടെ പേപ്പറിലേക്ക് മാറ്റുന്നതിന് പറയുന്നതാണ് ശീർഷതല പ്രക്ഷേപം. അപ്പം ശീർഷകം തലക്കെട്ടാണല്ലോ, തലക്കെട്ട് എപ്പോഴും മുകളിലല്ലേ വരിക. അപ്പോൾ മുകളിലുള്ള സാധനത്തിന്, ധ്രുവപ്രദേശം മുകളിലത്തെയാണെന്ന് വിചാരിക്കുക, മുകളിലും താഴെയും ധ്രുവമാണ് എങ്കിൽ മുകളിലുള്ള സാധനത്തിനെ പേപ്പറിലേക്ക് മാറ്റുമ്പോൾ ശീർഷതല പ്രക്ഷേപം. എന്നാൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രക്ഷേപമാണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം. അതായത് ഒരു സിലിണ്ടറിന്റെ ഉള്ളിൽ ഒരു ഗ്ലോബ് ഇട്ട് വെച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ചുറ്റുമുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും, പക്ഷേ ധ്രുവപ്രദേശത്ത് കിട്ടില്ലല്ലോ. അപ്പോൾ സിലിണ്ടറിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഇത് തന്നെയാണ് നാവികരുടെ കപ്പൽ ഗതാഗതത്തിന് അനുയോജ്യവും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്നതും ഈ സിലിണ്ടറിക്കൽ പ്രക്ഷേപം തന്നെയാണ്. അത് സിലിണ്ടറിക്കൽ പ്രക്ഷേപത്തിന്റെ കീഴിൽ വരുന്നത്, അതായത് അതിന് മെർക്കാറ്റർ പ്രക്ഷേപം എന്നാണ് പറയുന്നത്. അത് ഈ സിലിണ്ടറിക്കൽ പ്രക്ഷേപത്തിനൊരു ഉദാഹരണമാണ് മെർക്കാറ്റർ പ്രക്ഷേപം എന്ന് പറയുന്നത്. ഗൂഗിൾ മാപ്പ് സാങ്കേതിക വിദ്യയൊക്കെ മെർക്കാറ്റർ പ്രക്ഷേപത്തിന് ഉദാഹരണമാണ്. മെർക്കാറ്റർ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ആരാണ് കാറ്റടിച്ചപ്പോൾ പറന്നുപോയത്? പടം പറന്നുപോയില്ലേ? ആധുനിക ഭൂപടങ്ങളുടെ പിതാവാണ് മെർക്കാറ്റർ പ്രക്ഷേപം. അടുത്ത ഭൂപട നിർമ്മാണം അറിയപ്പെടുന്ന എന്ത് ശാഖയാണ്? കാർട്ടോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടത്തെ തിരിച്ചിട്ടുണ്ട്. അത് ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും തിരിക്കാം. ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത് കാലാവസ്ഥാ ഭൂപടം, മണ്ണ് ഭൂപടം, സസ്യജാല ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം, ദിനാവസ്ഥ ഭൂപടം, ഇതൊക്കെ ഭൗതിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. എന്നാൽ വ്യാവസായിക ഭൂപടം, സൈനിക ഭൂപടം, കാർഷിക ഭൂപടം, ചരിത്ര ഭൂപടം, രാഷ്ട്രീയ ഭൂപടം എന്നൊക്കെ പറയുന്നത് സാംസ്കാരിക ഭൂപടമാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യനിർമ്മിതമായ സവിശേഷതകളെല്ലാം അത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടം. രാഷ്ട്രീയം, സൈനികം, വ്യവസായം, കാർഷികം ഇതിലാണ് വരുന്നത്. എന്നാൽ സസ്യജാലം വരുന്നത് ഭൗതിക ഭൂപടത്തിലാണെന്ന് ഓർക്കണം. പിന്നെ ഇപ്പോൾ ഉള്ളടക്കമാണ് പറഞ്ഞത്. ഇനി തോതിന്റെ അടിസ്ഥാനത്തിൽ, സ്കെയിലിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ തോത് ഭൂപടങ്ങൾ, വലിയ തോത് ഭൂപടങ്ങൾ, അതായത് സ്മോൾ സ്കെയിൽ മാപ്സ് എന്നും ലാർജ് സ്കെയിൽ മാപ്സ് എന്നും രണ്ടായി തിരിക്കാം. അത് ഓർത്തിരിക്കാൻ ചെറിയ സ്കെയിലും വലിയ സ്കെയിലും എടുക്കാം. 30 സെന്റിമീറ്റർ വരുന്ന വലിയ സ്കെയിൽ വെച്ച് ഒരു ചതുരം വരയ്ക്കുക. ചെറിയ 15 സെന്റിമീറ്റർ വരുന്ന ഒരു സ്കെയിൽ വെച്ചിട്ട് ഒരു ചതുരം വരയ്ക്കുക. അപ്പോൾ ചെറിയ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുന്ന ചതുരത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ഏരിയയിലെ ഡീറ്റെയിൽസ് മൊത്തം കവർ ചെയ്യാൻ പറ്റത്തില്ല. പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രമേ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് സ്മോൾ സ്കെയിൽ മാപ്സ്. ഇനി വലിയ സ്കെയിൽ വെച്ച് 30ന്റെ സ്കെയിൽ വെച്ച് ഒരു ചതുരം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആ പ്രദേശത്തിൻ്റെ കാര്യങ്ങൾ മാപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്ത് മാപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ചെറിയ തോത് ഭൂപടങ്ങളും വലിയ തോത് ഭൂപടങ്ങളും. ഇനി ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് അറ്റ്ലസും ചുവർ ഭൂപടങ്ങളും. എന്നാൽ വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് കഡസ്ട്രൽ ഭൂപടവും ധരാതലീയ ഭൂപടവും. ഈ കഡസ്ട്രൽ ഭൂപടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമഭൂപടങ്ങളൊക്കെ കഡസ്ട്രൽ ഭൂപടങ്ങളാണ്. അതായത് ഭൂസ്വത്തുക്കളുടെ അതിര്, ഉടമസ്ഥ അവകാശം, ഇതിൻ്റെയൊക്കെ മാനദണ്ഡത്തിൽ ഉണ്ടാക്കുന്ന ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടം എന്ന് പറയുന്നത്. ഈ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഡീറ്റെയിൽസും കൂടെ ചിത്രീകരിച്ച് സർവേയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഭൂപടമാണ് ധരാതലീയ ഭൂപടം. ഈ ധരാതലീയ ഭൂപടം ഉണ്ടാക്കാനുള്ള അധികാരം ഈ സർവേ ഓഫ് ഇന്ത്യക്ക് മാത്രമാണുള്ളത്.
സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂണാണ്. അത് ഫോം ചെയ്തത് 1767 അങ്ങനെ ഈ ധരാതലീയ ഭൂപട നിർമ്മാണം തുടക്കം കുറിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. 1802 തുടക്കം കുറിച്ചത്. അന്നത്തെ ബ്രിട്ടീഷ് സർവേയർ ജനറൽ ആയിരുന്നു വില്യം ലാംപ്ടൺ. അപ്പോൾ പണ്ട് ലാമ്പൊക്കെ അടിച്ച് ടോർച്ചൊക്കെ അടിച്ച് പോയിട്ടാണ് അദ്ദേഹം സർവേ നടത്തിയിരുന്നത്, ഭൂപട നിർമ്മാണം. എന്നാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കംപ്ലീറ്റ് ചെയ്ത ആളാണ് ജോർജ് എവറസ്റ്റ് എന്ന് പറയുന്നത്. എവറസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, എവറസ്റ്റിൻ്റെ ഉയരം നിർണ്ണയിക്കുമ്പോൾ ഉണ്ടായിരുന്ന സർവേയർ ജനറൽ ആരായിരുന്നു? ആൻഡ്രൂ സ്കോട്ട് വോയ് ആയിരുന്നു. അപ്പം മറ്റേ ലാംപ്ടൻ്റെ കാര്യം പറഞ്ഞല്ലോ, ലാമ്പൊക്കെ പിടിച്ച് പോയ ആളെ എസ്കോട്ട് പോയ ആളായിരുന്നു ഈ ആൻഡ്രൂ സ്കോട്ട് വോ എന്ന് ഓർത്തിരിക്കുക. അപ്പം അയാൾ ആദ്യം പോയ ആൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ആദ്യം പോയ ആൾക്ക്. അതുകൊണ്ട് എവറസ്റ്റിൻ്റെ ഉയരം കണ്ടുപിടിച്ച ആളാണ് സ്കോട്ട് വോ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ചെയ്ത ആളാരാണ്? സർവേ കംപ്ലീറ്റ് ചെയ്ത ആളാണ് ജോർജ് എവറസ്റ്റ്. എവറസ്റ്റിൻ്റെ ഉയരം കൃത്യമായി രേഖപ്പെടുത്തിയ ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് രാധാനാഥ് സിക്ദറാണ്. ഇനി രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് തിയോഡോലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം, ധരാതലീയ ഭൂപടത്തിൻ്റെ വടക്ക് തെക്ക് ദിശയിൽ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ, വടക്ക് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് ഒരു വര വരച്ചു കഴിഞ്ഞാൽ എന്തിന് പാരലലായിട്ടാണ് വരിക? ഈസ്റ്റ്, കിഴക്ക് വശത്തിന് പാരലലായിട്ടല്ലേ വരിക, ഈസ്റ്റിന് പാരലലായിട്ടാണ് വരിക. അപ്പോൾ അതറിയപ്പെടുന്ന ആ രേഖ അറിയപ്പെടുന്നതാണ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോർത്തിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോർത്തിന് പാരലലായിട്ട് വരയ്ക്കുന്ന ഒരു വര വരച്ചാൽ, അപ്പോൾ അങ്ങനെ പാരലലായിട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറും കൂടെ വരയ്ക്കുന്ന രേഖയായിരിക്കില്ലേ, അതാണ് നോർത്തിങ്സ് എന്ന് പറയാം. ഇനി ലോകത്തിലെ മുഴുവൻ വൻകരകളെയും ഉൾപ്പെടുത്തിയിട്ട് ഒരൊറ്റ മാപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ മാപ്പ് ഒറ്റയടിക്ക് പരത്തി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിങ്ങനെ കഷ്ണമായിട്ട് മുറിച്ച് മാറ്റി, എന്നിട്ട് അതിങ്ങനെ നമ്മൾ പസിലൊക്കെ സോൾവ് ചെയ്യത്തില്ലേ, അങ്ങനെ കഷ്ണമായിട്ട് മാറ്റി. ഇനി അത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് എത്ര പീസസ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2222 പീസസ് ഉണ്ടാവും, ധരാതലീയ ഭൂപടങ്ങൾ ഉണ്ടാവും. അതെല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ. ഇനി ഇന്ത്യയും അയൽ രാജ്യങ്ങളും അടങ്ങിയ ഭൂപട പരമ്പരയാണെങ്കിൽ അത് അറിയപ്പെടുന്നതാണ് മില്യൺ ഷീറ്റ്സ് എന്ന് പറയുന്നത്. അത് ആ ഭൂപട പരമ്പരയുടെ റേഷ്യോ, അതിൻ്റെ തോത് എന്ന് പറയുന്നത് 1:10 lakh എന്നാണ്. ഇനി ധരാതലീയ ഭൂപടത്തിലെ ഉയരവുമായി ബന്ധപ്പെട്ട ടേംസ് ആണ് ബെഞ്ച് മാർക്ക്, ഫോം ലൈൻ, സ്പോട്ട് ഹൈറ്റ് എന്നൊക്കെ പറയും. അതിൽ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഹൈറ്റ് ഉള്ള സാധനങ്ങളുടെ ഉയരം രേഖപ്പെടുത്തുവാണെങ്കിൽ BM എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തും. ജലസംഭരണികൾ, കെട്ടിടങ്ങൾ, അവയുടെ ഉയരം കൂടിയ ഐറ്റത്തിൻ്റെയൊക്കെ ആണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഉയരം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള ചില സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അതിനുള്ളത് ഉയരമുള്ള എന്തോ സാധനം ഉണ്ട്, പക്ഷെ അതിൻ്റെ ഹൈറ്റ് രേഖപ്പെടുത്താൻ പറ്റത്തില്ല. അവിടെ ഇങ്ങനെ വിട്ടുള്ള ലൈൻ ഇട്ട് വെക്കും. അതാണ് ഫോം ലൈൻ എന്ന് പറയുന്നത്. ട്രയാങ്കുലേറ്റഡ് സ്പോട്ട് ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രി ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഇതിൻ്റെ ഹൈറ്റ് കണ്ടെത്തുവാണെങ്കിൽ അത് രേഖപ്പെടുത്തുന്നതാണ് ട്രയാങ്കുലേറ്റഡ് സ്പോട്ട് ഹൈറ്റ്. പിന്നെ ഇതിൻ്റെ ഈ മാപ്പിൽ വരുന്ന പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് കളറുകൾ, ഓരോന്നിൻ്റെ കളറ് ഓരോ സ്ഥലത്തിന് കൊടുക്കുന്ന ഭൂപട അക്ഷാംശ രേഖാംശ രേഖകൾക്ക്, കൃഷിയിടത്തിന്, ജലത്തിന് അങ്ങനെയൊക്കെ കൊടുക്കുന്നത് വ്യത്യാസമാണ്. അതും പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഹൈറ്റ് വരുന്നതിന് പറയുന്നു, ഒരേ മഴ രേഖപ്പെടുത്തുന്ന സ്ഥലങ്ങൾ വരയ്ക്കുന്ന ആ വരയ്ക്ക് പറയുന്ന പേര്, അങ്ങനെ കുറച്ചുണ്ട്. അത് രണ്ടും ഞാൻ സെപ്പറേറ്റ് നോട്ടാക്കിയിട്ട് ഷോർട്ട് വീഡിയോയിൽ ഇടുന്നുണ്ട്, അത് കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റിവിഷൻ. ഇനി ഇതിൻ്റെ റിവിഷൻ ഇന്ന് മുതൽ 7ാമത്തെ ദിവസം റിവിഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോഴേക്കും കംപ്ലീറ്റ് ആവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.